ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. അക്കാലത്ത് നാട് വാണിരുന്ന ഹിസ്കിയ രാജാവിൻ്റെ ജീവിതത്തിൽ വന്ന വലിയൊരു പ്രതിസന്ധി, വലിയൊരു രോഗം, മാരകമായൊരു രോഗം. ആ രോഗത്തെ ജീവനുള്ള ദൈവം മാറ്റിക്കൊടുക്കുകയും അത്ഭുതകരമായ ഒരു സൗഖ്യവും തുറന്ന് ദീർഘനാൾ ജീവിക്കാനുള്ള ആയുസ്സും നീട്ടിക്കിട്ടുവാൻ ഇടയായി എന്നതാണ് നാം ചിന്തിച്ച് ജസ്റ്റ് തുടങ്ങിയത്. അതേ പ്രിയരെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. മരിക്കത്തക്ക രോഗമാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ് ഡേയ്സ് ആർ നമ്പേർഡ് എന്ന് ചിന്തിച്ച് കഴിയുന്നവരാരെങ്കിലും ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ, നസറായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യമുണ്ട്. യേശുക്രിസ്തു നമ്മുടെ രോഗങ്ങളെ വഹിച്ചവനാണ്, നമ്മുടെ വേദനകളെ ചുമന്നവനാണ് എന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തു കാൽവറിയിലേക്ക് ആ ക്രൂശ് വരവും ചുമന്നുകൊണ്ട് പോയപ്പോൾ നമ്മുടെ രോഗങ്ങൾ മാത്രമല്ല, നമ്മുടെ പാവങ്ങൾ അതും മാത്രമല്ല, നമ്മുടെ ശാപങ്ങൾ മാത്രമല്ല, നമ്മുടെ വേദനകൾ എല്ലാം വഹിച്ചുകൊണ്ടാണ് കർത്താവ് ക്രൂശിലേക്ക് പോയത്. അത് ക്രൂശിൽ ചുമന്ന് ഒഴിക്കുകയായിരുന്നു, ചുമന്ന് അത് കളയുകയായിരുന്നു. ഹല്ലേലൂയ! അതാണ് ക്രൂശിൽ നടന്നത്. എൻ്റെ പ്രിയരെ, മകനെ, പ്രിയമകളെ, നിനക്കും എനിക്കും വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 2000 വർഷം മുമ്പ് കാൽവറിയിൽ യാഗമായി. അത് നമുക്ക് സൗഖ്യം തരാനാണ്, നമുക്ക് നിത്യജീവൻ്റെ അവകാശം തരാനാണ്, നമുക്ക് സ്വർഗരാജ്യത്തിൻ്റെ പദവി തരാനാണ്, നമ്മെ നിത്യസ്വർഗത്തിൽ കൊണ്ടുപോകാനാണ്. അത് മാത്രമാണോ? അല്ല, നമുക്ക് രോഗസൗഖ്യം തരാനാണ്. രോഗസൗഖ്യം. മരിക്കത്തക്ക രോഗം പിടിച്ച രാജാവിന് കർത്താവ് സൗഖ്യം കൊടുത്ത, അസാധ്യങ്ങളെ സാധ്യമാക്കിയ ദൈവപ്രവൃത്തിയെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. നന്ദിയോടെ സ്തോത്രം, സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകന് അന്നത്തെ ഹിസ്കിയ രാജാവുമായി നല്ല അടുപ്പമുണ്ടായിരുന്നു, നല്ല ബന്ധമുണ്ടായിരുന്നു. തിരിച്ചും ഹിസ്കിയ രാജാവിന് ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകനുമായി നല്ല അടുപ്പം. എന്താണ് സംഭവിച്ചത്? അക്കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നു. രാജാവിന് രോഗമുണ്ടെന്ന് കേട്ടപ്പോൾ പ്രവാചകൻ അങ്ങോട്ട് വന്നതല്ല, ദൈവം അയച്ചതാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ അഭിഷിക്തരും ദൈവത്തിൻ്റെ പ്രവാചകന്മാരും നമ്മുടെ അടുക്കിലേക്ക് വരുന്നത് ദൈവം അയച്ചിട്ടാണ്. ഞാൻ പലപ്പോഴും ഞങ്ങളുടെ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയുടെ പ്രാർത്ഥനാ യോഗങ്ങളിൽ ഇടയ്ക്കെല്ലാം ചില ദൈവദാസന്മാർ വരാറുണ്ട്. പ്രത്യേകിച്ച് മാസത്തിൽ ഒരിക്കലെങ്കിലും മിനിമം ഒരു 4-ാം ശനിയാഴ്ച ഞങ്ങളുടെ ചർച്ചിൽ എല്ലാ 4-ാം ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ 1 മണി വരെ നടക്കുന്ന ഡെലിവറൻസ് മീറ്റിങ്ങിൽ ഞങ്ങൾ ദൈവദാസന്മാരെ ക്ഷണിക്കാറുണ്ട്. ചില ഉപവാസ പ്രാർത്ഥനകളിൽ, അങ്ങനെ സ്പെഷ്യൽ മീറ്റിങ്ങുകളിലെല്ലാം ക്ഷണിക്കാറുണ്ട്. ചിലപ്പോഴെല്ലാം അവർ കടന്നു വന്ന് കഴിയുമ്പോഴാണ് അറിയുന്നത് ദൈവം അയച്ചിട്ടാണ് അവർ വന്നതെന്ന്. അവർക്കും ബോധ്യമാകും, കേൾക്കുന്ന ഞങ്ങൾക്കും ബോധ്യമാകാറുണ്ട്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ മിക്കവാറും സമയങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കൃപയാൽ ദൈവം അയക്കുന്നു. ദൈവം അയച്ചവരെ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പത്രോസ് കടന്നു ചെന്നു. പത്രോസ് കടന്നു ചെന്നപ്പോൾ കൊർന്നല്യോസ് പത്രോസിൻ്റെ കാൽക്കലേക്ക് വീണിട്ട് പറഞ്ഞു, കർത്താവ് നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും കേൾപ്പാൻ ഞങ്ങളിവിടെ ഇതാ എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വന്നിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. അതൊരു അനുഗ്രഹമായിരുന്നു. ദൈവമക്കളെ സ്വീകരിക്കുക. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയുമുള്ള ദൈവമക്കളെ നാം കൈക്കൊള്ളുമ്പോൾ ദൈവം കാണുന്നത് ദൈവത്തെ കൈക്കൊള്ളുന്ന പോലെയാണ്. അതുകൊണ്ട് ദൈവമക്കളാരും ദൈവമൊന്നുമല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്. അതുകൊണ്ട് അവരെ പൂജിക്കുകയും ചെയ്യരുത്, അവരെ വർഷിപ്പൊന്നും ചെയ്യരുത്. അവർ ദൈവമക്കളാണ്, റെസ്പെക്റ്റ് ചെയ്തുകൊള്ളണം. കാരണം അവർ വഹിക്കുന്ന ഒരു വലിയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ട്.
അവർ വഹിക്കുന്ന ചില കൃപാവരങ്ങളുണ്ട്, അവർ വഹിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറമുണ്ട്. അത് നാം സ്വീകരിക്കുമ്പോൾ നമുക്കത് അനുഗ്രഹമായി തീരും. പോകട്ടെ പ്രിയരെ, ഈ യെശയ്യാ പ്രവാചകൻ ഹിസ്കിയ രാജാവിനെ കാണാൻ പോയി. അതെ, രോഗികളെ പോയി നാം കാണണം. ദുരിതത്തിലിരിക്കുന്നവർ, പ്രയാസത്തിലിരിക്കുന്നവർ, കഷ്ടത അനുഭവിക്കുന്നവർ, രോഗികളായിട്ടുള്ളവർ, ഒരുപക്ഷെ പോകാൻ പറ്റിയില്ലെങ്കിലും ദൂരമാണെങ്കിലും നാം ഒന്ന് വിളിച്ച് അവരുടെ ക്ഷേമം അന്വേഷിക്കണം. കർത്താവിന് സ്തോത്രം. ഹിസ്കിയ രാജാവിൻ്റെ അടുക്കിലേക്ക് പ്രവാചകൻ ചെന്നു. കർത്താവിന് സ്തോത്രം. അത് ശ്രേഷ്ഠമാണ്. എന്നിട്ട് എന്തു പറഞ്ഞു? അവനോട്, ഈ രോഗിയായിട്ടുള്ള ആളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞത് രോഗം സൗഖ്യമാകും, ഞാൻ പ്രാർത്ഥിച്ചോളാം, അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. കാരണം അത് പ്രവാചകൻ പറഞ്ഞ വാക്കല്ല, ദൈവം കൊടുത്ത വാക്കാണ് പ്രവാചകൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വന്തത്തിൽ നിന്നോ സ്വയത്തിൽ നിന്നോ പറയാതെ കർത്താവേ എന്താണ് ഈ ജനത്തിന് കൊടുക്കാനുള്ളത്, ഈ വ്യക്തിക്ക് കൊടുക്കാനുള്ളത്, ഈ വ്യക്തിയോട് എന്താണ് സംസാരിക്കാനുള്ളത്, നാം അങ്ങനെ പ്രാർത്ഥിച്ച് ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുമെങ്കിൽ തക്ക സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരും. അങ്ങനെ നാം പറയുമ്പോൾ വെള്ളിത്താലത്തിൽ പൊന്നാരിങ്ങ പോലെ നമ്മുടെ വാക്കുകൾ അവർക്ക് പ്രയോജനം ചെയ്യും. കർത്താവിന് സ്തോത്രം. പക്ഷെ ഇവിടെ ദൈവം ഗൗരവമായിട്ടാണ് പറഞ്ഞത്. എൻ്റെ പ്രിയരെ, എപ്പോഴും ഇങ്ങനെ ചിരിപ്പിച്ചും രസിപ്പിച്ചും സോപ്പിട്ടും സന്തോഷിപ്പിച്ചുള്ള വാക്കുകൾ പരിശുദ്ധാത്മാവ് പറയണമെന്നില്ല. പറയും. പരിശുദ്ധാത്മാവ് വിവിധ ഭാവങ്ങളുണ്ട്. ചിലപ്പോൾ വളരെ സോഫ്റ്റായി പറയും, ചിലപ്പോൾ വളരെ സന്തോഷത്തോടെ ദൈവാത്മാവ് പറയും, ചിലപ്പോൾ ഗൗരവമായി പറയും, ചിലപ്പോൾ ശാസനയുടെ സ്വരത്തിൽ പറയും. എല്ലാം സ്നേഹത്തിൻ്റെ ഇടപെടലുകളാണ്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ഈ സ്വന്തം കാഴ്ചപ്പാടിൽ നമ്മളോട് സോഫ്റ്റായും സന്തോഷമായും വളരെ ലളിതമായും പറയുമ്പോൾ നമുക്കതാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഇടപെടലുകളാണ്. ചിലപ്പോൾ സ്നേഹമായി പറയും, ചിലപ്പോൾ സന്തോഷമായി പറയും, ചിലപ്പോൾ ഗൗരവമായി പറയും, ചിലപ്പോൾ ശാസനയുടെ സ്വരത്തിൽ പറയും, ചിലപ്പോൾ തർജ്ജനം ചെയ്ത് പറയും, ചിലപ്പോൾ ചില ശിക്ഷകൾ നൽകും. എല്ലാം സ്നേഹത്തിൻ്റെ പ്രദർശനമാണ്. എന്താണ് സ്നേഹം? നമ്മെ രൂപാന്തരപ്പെടുത്തിയെടുക്കാനുള്ള ജീവുള്ള ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തമായ പ്രവർത്തനമാണത്. അതിന് നാം കീഴടങ്ങുമ്പോൾ, അത് നാം അനുസരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. കർത്താവിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി സംഭവങ്ങൾ പറയാൻ നാവിൽ വരുന്നു. പത്രോസിൻ്റെ അനുഭവം. പത്രോസിനെ സാത്താനെയും ദൈവം വിളിച്ചു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? മറുരൂപ വലയിലേക്ക് കൊണ്ടുപോയി. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അതും പോകട്ടെ പ്രിയരെ. ഇവിടെ ഹിസ്കിയ രാജാവിനെ സന്ദർശിക്കാൻ യെശയ്യാ പ്രവാചകൻ വന്നപ്പോൾ യെശയ്യാ പ്രവാചകന്റെ നാവിൽ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊടുത്തു. ഹിസ്കിയ രാജാവിനോട് പറഞ്ഞു, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. സെറ്റ് യുവർ അഫേഴ്സ് ഇൻ ഓർഡർ. നീ മരിച്ചു പോകും. ആൻഡ് പ്രിപ്പയർഡ് ടു ഡൈ. സെറ്റ് യുവർ അഫേഴ്സ് ഇൻ ഓർഡർ ആൻഡ് പ്രിപ്പയർഡ് ടു ഡൈ. നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും. നമുക്ക് തോന്നും, എന്തൊരു പരിജ്ഞാനമില്ലാത്ത ഒരു പ്രവാചകനാണിത്. ഈ ദൈവവേലക്കാരന് ഒരു പരിജ്ഞാനമില്ലല്ലോ. ഒരു രോഗിയുടെ അടുക്കൽ ചെന്നിട്ട് നീ മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അപ്പം തന്നെ മരിച്ചു പോവുകയല്ലേ. ഇതൊക്കെ നമ്മുടെ ബുദ്ധിക്ക് തോന്നുന്നതാണ്. അങ്ങനെ പറയണമോ? ഇത്രയും ഗൗരവമായി പറയണമോ? ഒരുപക്ഷെ പരസ്യമായി പറയണമോ? രഹസ്യമായി ചെന്ന് ചെവി പറഞ്ഞാൽ പോരെ? അല്ലെ പേഴ്സണലായിട്ട് ഉപദേശിച്ചാൽ പോരെ? പ്രിയപ്പെട്ടവർ, അതെല്ലാം നമ്മുടെ ചിന്തയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ എങ്ങനെയാണോ രൂപാന്തരപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന് അറിയാം. എവിടെ തൊട്ടാൽ ആ വ്യക്തി ശരിയാകും, എങ്ങനെ ഇടപെട്ടാൽ ശരിയാകും. ചിലപ്പോൾ ചിലരോട് ഗൗരവമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടും. ദൈവത്തിനറിയാം അവരോട് ഗൗരവമായി പറഞ്ഞാലും അവരിട്ടിട്ട് പോവുകയില്ല, അവരെതിർക്കുകയില്ല, അവർ ചിലപ്പോൾ ദേഷ്യപ്പെടുകയില്ല. അങ്ങനെയുള്ളവരോട് ദൈവം ഇടപെടും. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം അതിൻ്റെ 1 മുതൽ തുടർന്നുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമനോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ. പാപത്തോട് പോരാടുന്നതിന് പ്രാണത്യാഗത്തോടെ ഇതുവരെ എതിർത്ത് നിന്നിട്ടില്ല. മകനെ, അതിനുശേഷം പറയുകയാണ്, മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയുമരുത്. എന്തുകൊണ്ട്?
കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുന്നവരെ ശിക്ഷിക്കുന്നു. എന്തുകൊണ്ട്? മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ നിങ്ങൾ പ്രാപിക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. കുലടയുടെ മകനത്രേ. എന്താണ് കൗലടയൻ? കുലട വേശ്യാസ്ത്രീ, ഒരു വേശ്യാപുത്രനാണ് നീ എന്ന്. അതുകൊണ്ട് ദൈവം ആരെയാണ് ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും? മക്കളെയാണ്. ഇല്ലേ? നമ്മൾ അയൽവക്കത്തെ പിള്ളേരെ പോയി ശാസിക്കുമോ? അവരെ നമ്മൾ ചൂരിലെടുത്തല്ലോ? ഇല്ല. എന്തുകൊണ്ട്? നമ്മുടെ മക്കളെ നമ്മൾ ശിക്ഷിക്കും. അതേ, മക്കളെ ശിക്ഷിച്ച് വളർത്തണം. കർത്താവിൻ്റെ ബാല്യശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തണം. ചില മാതാപിതാക്കൾ മക്കളെ എത്ര തെറ്റ് ചെയ്താലും ശിക്ഷിക്കുകയില്ല. പാവം, ആ കുഞ്ഞുങ്ങളുടെ ജീവിതം ചിലപ്പോൾ വഴിതെറ്റിപ്പോവും. ദൈവത്തിൻ്റെ വചനമാണത്. തെറ്റ് കണ്ടാൽ ശിക്ഷിക്കണം, നന്മ കണ്ടാൽ അപ്രീഷിയേറ്റ് ചെയ്യണം. കർത്താവിൻ്റെ ബാല്യശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തണം. പക്ഷെ ശിക്ഷിച്ച് പോറ്റി വളർത്തണം, ഉപദേശം കൊടുത്ത് പോറ്റി വളർത്തണം. അങ്ങനെയാണ് വചനം പറയുന്നത്. കർത്താവിന് സ്തോത്രം. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അവനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. വചനം പറഞ്ഞു കൊടുക്കണം, ഉപദേശങ്ങൾ കൊടുക്കണം, കൂട്ടായ്മയ്ക്ക് കൊണ്ടുപോകണം, വചനം കേൾപ്പിക്കണം. ഇനി തെറ്റ് കണ്ടാൽ പറഞ്ഞു കൊടുക്കണം. തെറ്റ് കണ്ടാൽ തെറ്റ് ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഇന്ന തെറ്റിനാണ് തല്ലിയതെന്ന് പറഞ്ഞാൽ നല്ല തല്ലും വെച്ച് കൊടുക്കണം. കാരണം സദൃശവാക്യത്തിൽ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്, വടി കൊണ്ട് തല്ലിയാൽ ബാലൻ ചത്തുപോകുകയില്ല. വടി കൊണ്ട് തല്ലുമ്പോൾ നീ അവൻ്റെ അകൃത്യം തൂത്തുവാരിക്കളയുന്നുവെന്ന്. ഇങ്ങനെ അനേകം വചനങ്ങളുണ്ട്. പക്ഷേ അത് ഇന്നത്തെ സമൂഹത്തിൽ ഇതൊന്നും പറയാൻ പറ്റുകയില്ലല്ലോ. കർത്താവിന് സ്തോത്രം. പക്ഷെ വേദപുസ്തകം പറയുന്നു, മക്കളെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തണം. അവർ ഇന്നല്ലെങ്കിൽ നാളെ രക്ഷപ്പെട്ടു വരും. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് നാം പറഞ്ഞത്. ദൈവാത്മാവ് ചിലപ്പോൾ ഗൗരവമായി ഇടപെടും. ഇവിടെ ഹിസ്കിയാവിനോട് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, സെറ്റ് യുവർ അഫയേഴ്സ് ഇൻ ഓർഡർ ആൻഡ് പ്രിപ്പയർ ടു ഡൈ. നീ വേഗം ക്രമീകരിച്ചോ, നീ മരിച്ചു പോകും. അപ്പോൾ പ്രവാചകൻ പറഞ്ഞ വാക്ക് കേട്ടിട്ട് ഹിസ്കിയ രാജാവ് എന്താണ് ചെയ്തത്? ഹിസ്കിയാവ് ഭയപ്പെട്ടോ, നിരാശപ്പെട്ടോ, തളർന്നോ, അതോ മരിച്ചുപോയോ? അടുത്ത മെസ്സേജിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇപ്പോൾ നിങ്ങൾ എന്ത് പറയുന്നു പ്രിയരെ? പരിശുദ്ധാത്മാവിന് നമ്മെ ജീവിതം വിട്ടുകൊടുക്കണം. നമ്മെ തിരുത്തുവാനും, നമ്മെ കറക്റ്റ് ചെയ്യുവാനും, നമ്മെ ശിക്ഷിക്കുവാനും, ശാസിക്കാനും, നമ്മെ ഉപദേശിക്കാനുള്ളതായ സ്വാതന്ത്ര്യം പരിശുദ്ധാത്മാവിന് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ദൈവദാസന്മാരിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കും. അങ്ങനെ നമ്മുടെ ജീവിതം ശുദ്ധമായി തീരും. ദൈവത്തിന് പ്രയോജനമുള്ളവരായി നമുക്ക് തീരാൻ ഇടയാകും. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ വാക്കുകളെ നിർത്തുന്നു. കർത്താവിൻ്റെ അത്ഭുത നാമം മഹത്വമെടുക്കട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ നടപടിയായി അനുഗ്രഹിക്കും.